നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. താരകുടുംബത്തെ പറ്റിയുള്ള കഥകളൊക്കെ വളരെ വേഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. കഴിഞ്ഞ 2-3 വർഷമായി രജനീകാന്തിന്റെ മകളും സംവിധായകയുമായ ഐശ്വര്യ രജനീകാന്തിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളാണ് ചർച്ചയാവാറുള്ളത്. തെന്നിന്ത്യൻ നടനായ ധനുഷായിരുന്നു ഐശ്വര്യയുടെ ഭർത്താവ്. എന്നാൽ ഇരുവരും വിവാഹമോചിതരാവുകയാണെന്ന് പ്രഖ്യാപിച്ചതോടെ ആരാധകരും ഞെട്ടിയിരിക്കുകയാണ്. 2022 ജനുവരിയിലാണ് ധനുഷും ഐശ്വര്യയും വേർപിരിയുകയാണെന്ന് പുറം ലോകത്തോട് പറഞ്ഞത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ അടുത്തിടെ ഇരുവരും കുടുംബ കോടതിയിൽ വിവാഹമോചന ഹർജി സമർപ്പിച്ചിരുന്നു. ഇരുവരും വേർപിരിയുകയാണെന്ന വാർത്ത പ്രേക്ഷകരെ ഒത്തിരി വേദനിപ്പിച്ചിരുന്നു. പരസ്പരം ഒത്തുപോകാൻ കഴിയാതെ വന്നതോടെയാണ് ഇവർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഈ അടുത്താണ് ബന്ധം വേർപെടുത്താൻ ഔദ്യോഗികമായി നീക്കം നടത്തിയത്. ഇപ്പോൾ ഐശ്വര്യ പുനർവിവാഹം കഴിക്കാൻ പോവുകയാണെന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അതിനിടയിൽ ഇവരെ ഒരുമിപ്പിക്കാൻ രജനീകാന്ത് നേരിട്ട് ഇടപെടലുകൾ നടത്തിയെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല. ഈ സാഹചര്യത്തിൽ ഔദ്യോഗികമായി ധനുഷുമായി വിവാഹം വേർപെടുത്തി മറ്റൊരു വിവാഹത്തിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഐശ്വര്യ എന്നാണ് റിപ്പോർട്ടുകൾ. ഒരു അസിസ്റ്റന്റ് ഡയറക്ടറുമായി ഐശ്വര്യയ്ക്ക് ബന്ധമുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇരുവരും ഒരുമിച്ച് പലയിടത്തും കണ്ടുവെന്നും അതിനാൽ ഉടൻ വിവാഹം കഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഈ വിവരങ്ങൾ ഒന്നും തന്നെ ഔദ്യോഗികമായി രജനീകാന്തോ കുടുംബമോ സ്ഥിരീകരിച്ചിട്ടില്ല. കാതൽ കൊണ്ടേൻ എന്ന ചിത്രത്തിന്റെ റിലീസ് ദിവസമാണ് ഐശ്വര്യയും ധനുഷും ആദ്യമായി കാണുന്നതും സംസാരിക്കുന്നതും. തുടർന്ന് ഇരുവരുടെയും വിവാഹം 2 വർഷത്തിനകം തന്നെ നടന്നു. സന്തുഷ്ട കുടുംബമായിരുന്നു ഐശ്വര്യയുടെയും ധനുഷിന്റെയും. ധനുഷിനെ നായകനാക്കി 3 എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഐശ്വര്യയാണ്. ചിത്രത്തിൽ നായികയായി എത്തിയത് ശ്രുതി ഹാസനുമായിരുന്നു. എന്നാൽ ഈ ചിത്രത്തിൽ അഭിനയിച്ചതിന് പിന്നാലെ ധനുഷും ശ്രുതി ഹാസനും തമ്മിൽ അടുത്തെന്നും ഇത് ധനുഷിന്റെയും ഐശ്വര്യയുടെയും വിവാഹ ബന്ധത്തിൽ ആദ്യമായി വിള്ളൽ വീഴ്ത്തിയെന്നുമാണ് റിപ്പോർട്ട്. തുടർന്ന് ഒപ്പം അഭിനയിച്ച നിരവധി നടിമാരുമായി ധനുഷിന് ബന്ധമുണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നു. ശ്രുതി ഹാസൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നിട്ടുള്ള പേര് അമല പോളിന്റേതാണ്. വേലയില്ല പട്ടേദാരി എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് പിന്നാലെയാണ് ഇരുവരും തമ്മിൽ ബന്ധമുള്ളതായി വാർത്തകൾ പുറത്തു വന്നത്. എന്തായാലും ധനുഷിന്റെ വഴിവിട്ട ബന്ധങ്ങളാണ് ഇരുവരുടെയും കുടുംബത്തെയും വേർപെടുത്തിയതെന്നാണ് റിപ്പോർട്ട്. ഇരുവർക്കും ലിംഗ യാത്ര എന്ന പേരിൽ 2 മക്കളുണ്ട്. മക്കളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തത്തോടെ ഒരുമിച്ച് നിൽക്കുമെന്നും 2 സുഹൃത്തുക്കളായി വിവാഹബന്ധം അവസാനിപ്പിക്കുകയാണെന്നുമായിരുന്നു 2018 ധനുഷ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞിരുന്നത്. മക്കൾക്കായി ഇരുവരും ഒന്നിക്കുന്നുവെന്ന വാർത്തകൾ അടുത്തിടെയും പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് അതിനെയൊക്കെ തള്ളിക്കൊണ്ട് ഇരുവരും കുടുംബ കോടതിയിൽ ഔദ്യോഗികമായി വിവാഹം വേർപിരിയുന്നതിന് ഹർജി നൽകിയിരിക്കുന്നത്. ഡിവോഴ്സിന് ശേഷം ഐശ്വര്യ വേറെ വിവാഹം കഴിക്കുമോ എന്നാണ് ആരാധകരും സോഷ്യൽ മീഡിയയും ഉറ്റുനോക്കുന്നത്. കുറച്ചുകാലം സിനിമയിൽ നിന്ന് വിട്ടുനിന്ന ഐശ്വര്യ പിന്നീട് രജനീകാന്തിനെ നായകനാക്കി ലാൽ സലാം എന്ന ചിത്രം സംവിധാനം ചെയ്തിരുന്നു. ചിത്രത്തിൽ വ്യത്യസ്ത ഗെറ്റപ്പിലാണ് രജനീകാന്ത് എത്തിയതെങ്കിലും ചിത്രം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. രജനീകാന്തിന്റെ സ്റ്റാൻഡമാണ് ചിത്രം വേറെ തരത്തിലേക്ക് മാറിയതിന് കാരണമെന്ന് പിന്നീട് ഐശ്വര്യ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.